കമലേഷ് ഇപ്പോൾ വിശദീകരണവുമായി പാലോട് രവിക്ക് വരേണ്ടി വന്നു. അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു പാർട്ടി പ്രവർത്തകനുമായി നടത്തിയ ഫോൺ സംഭാഷണമാണ് പുറത്തു വന്നിരിക്കുന്നത്. ഒരു കോൺഗ്രസിൻ്റെ കേരളത്തിലെ ഏറ്റവും മുതിർന്ന നേതാക്കളിൽ ഒരാൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള കാര്യം സ്വന്തം സഹപ്രവർത്തകനോട്, സ്വന്തം പാർട്ടി പ്രവർത്തകനോട് തുറന്നു പറയുകയാണ്. കോൺഗ്രസിൻ്റെ കാര്യം പരമദയനീയമായിരിക്കും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇപ്പോൾ അദ്ദേഹം എന്തൊക്കെ വിശദീകരണമാണ് പറയുന്നത്? ഷമി, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നേരത്തെ അദ്ദേഹം ഉന്നയിച്ച പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് മൂന്നാമത്തെ തവണയും, അതായത് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അവരുടെ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. കോൺഗ്രസിൻ്റെ എല്ലാ നേതാക്കളുടെയും പ്രതീക്ഷകൾ നഷ്ടപ്പെടുന്നു. മൂന്നാമതും ഇടത് സർക്കാർ അധികാരത്തിൽ വരും എന്ന കാര്യമാണ് പാലോട് രവി, കോൺഗ്രസിൻ്റെ സംസ്ഥാനത്തെ മുതിർന്ന നേതാവ്, DCC അധ്യക്ഷനായിട്ടുള്ള പാലോട് രവി വളരെ കൃത്യമായി പറയുന്നത്. അടുത്ത തെരഞ്ഞെടുപ്പിൽ, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി കോൺഗ്രസ് സംസ്ഥാനത്ത് 3-ാം സ്ഥാനത്തേക്ക് പോവും. BJP ആണെങ്കിൽ ഈ 60ഓളം സീറ്റുകളിൽ അവർ വല്ലാതെ ഇടപെടുന്നുണ്ട്. അവിടെ കാശ് കൊടുത്ത് വോട്ട് വാങ്ങി അവർ ജയിക്കുന്ന സാഹചര്യം ഉണ്ടാവും. അങ്ങനെ വരുമ്പോൾ കോൺഗ്രസ് 3-ാം സ്ഥാനത്തേക്ക് പോവും. തദ്ദേശ തെരഞ്ഞെടുപ്പോടുകൂടി കോൺഗ്രസ് നശിക്കുകയാണ്, ഇല്ലാതാവുകയാണ്, അത് എടുക്കാച്ചരക്കായി മാറുകയാണ് എന്ന തുറന്നു പറച്ചിലാണ് പാലോട് രവി നടത്തിയിട്ടുള്ളത്. അദ്ദേഹം ഒരു പ്രാദേശിക പ്രവർത്തകനുമായി സംസാരിക്കുന്നതിൻ്റെ ശബ്ദ സന്ദേശമാണ് ഇപ്പോൾ ഈ കൈരളി ന്യൂസ് ഉൾപ്പെടെ പുറത്തു വിട്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറ്റൊന്ന് എന്ന് പറയുന്നത്, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന് ഇനി സംസ്ഥാനത്ത് അധികാരത്തിലേക്ക് വരാൻ കഴിയില്ല എന്ന ഒരു നിലപാടിലേക്ക്, ഒരു വിലയിരുത്തലിലേക്ക് കോൺഗ്രസ് നേതൃത്വം ആകെ നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട്. ചില നേതാക്കളെല്ലാം തന്നെ നേരത്തെ അത് വ്യക്തമായി പറയുകയും ചെയ്തിട്ടുണ്ട്. അതായത് ഈ നിലയിലാണ് പോകുന്നതെങ്കിൽ ഒരു വട്ടം കൂടി കോൺഗ്രസിന് സംസ്ഥാനത്ത് തിരിച്ചടി നേരിട്ടാൽ, തോൽവി നേരിട്ടാൽ ഇനി അവിടെ നിന്ന് തിരിച്ചു വരാൻ കോൺഗ്രസിന് സാധിക്കില്ല എന്ന തുറന്നു പറച്ചിൽ നേരത്തെ തന്നെ ചില യോഗങ്ങളിലെല്ലാം നേതാക്കൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ആവർത്തനം എന്ന നിലയിലാണ് പാലോട് രവിയും ഈ വിഷയങ്ങളെല്ലാം തന്നെ ഇപ്പോൾ സംസാരിക്കുന്നത്. കോൺഗ്രസിന് വലിയ തിരിച്ചടി തന്നെയാണ് നേരിടാൻ പോകുന്നത്. കോൺഗ്രസ് നശിക്കാൻ പോവുകയാണ്, കോൺഗ്രസ് സംസ്ഥാനത്ത് ഇല്ലാതാവാൻ പോവുകയാണ് എന്ന് ഈ പ്രാദേശിക നേതാവും അതിനൊപ്പം പറയുന്നു എന്നുള്ളതാണ്. പാലോട് രവി എന്ന് പറയുന്നത് നമുക്കറിയാവുന്നതുപോലെ തന്നെ ഒരു പ്രാദേശികമായി ആളുകൾ പറയുന്നത് പോലെയല്ല, വളരെ കൃത്യമായി ഈ സംസ്ഥാനത്ത് നേരത്തെ തന്നെ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം ഇദ്ദേഹം പറയുന്നത് കോൺഗ്രസിൻ്റെ പ്രവർത്തകർ BJPയിലേക്ക് പോകും എന്നുള്ളതാണ്. ഈ കാശ് കൊടുത്ത് BJP ആൾക്കാരെ ക്യാൻവാസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ, അല്ലെങ്കിൽ വോട്ട് പിടിക്കാൻ ശ്രമിക്കുമ്പോൾ പോകുന്നത് കോൺഗ്രസിൻ്റെ പ്രവർത്തകരാണ് എന്നുള്ള ഒരു വിലയിരുത്തലാണ് പാലോട് രവിക്കുള്ളത്. അതുമായി നമുക്കറിയാം, തൃശ്ശൂരുമായി ഇതിനെ ചേർത്ത് വായിക്കേണ്ടതുണ്ട്. തൃശ്ശൂരിൽ സംഭവിച്ചത് ഏതാണ്ട് 177,000-ഓളം വോട്ടുകൾ കോൺഗ്രസിൻ്റെ വോട്ടുകളാണ് അടപടലം മറിഞ്ഞ് സുരേഷ് ഗോപിയിലേക്ക് പോകുന്നത്. സമാനമായ സാഹചര്യം, അതായത് ഒരു ലോക്സഭാ മണ്ഡലത്തിൽ അത്രയും വോട്ടുകൾ അവർക്ക് ഇളക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരു നിയമസഭാ മണ്ഡലത്തിൽ അവർക്ക് അതിലും വലിയ അട്ടിമറി സൃഷ്ടിക്കാൻ കഴിയും എന്നുള്ള വലിയ ഭയം പാലോട് രവി പറയുകയാണ് സ്വന്തം സഹപ്രവർത്തകനോട്. അത് അങ്ങനെ തള്ളിക്കളയാൻ കഴിയുന്ന കാര്യമാണോ? ഷമി, തീർച്ചയായും വളരെ കൃത്യമായ ഒരു വിലയിരുത്തലാണത്. നേരത്തെ തന്നെ ഈ ഷമി സൂചിപ്പിച്ചതുപോലെ തൃശ്ശൂരിൽ മാത്രമല്ല, അതിനു മുമ്പ് നേമത്താണെങ്കിലും കോൺഗ്രസിൻ്റെ സിറ്റിംഗ് സീറ്റുകളാണ് BJP പിടിച്ചെടുക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അവിടെ തന്നെയും നേമത്ത് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് ആ വോട്ട് ഷെയർ പരിശോധിച്ചാൽ മനസ്സിലാവും. കോൺഗ്രസിൻ്റെ മുഴുവൻ വോട്ടും, അതായത് CPM-ന് LDF-ന് അവിടെ വോട്ടിൽ യാതൊരു കുറവും സംഭവിക്കുന്നില്ല. അതേസമയം കോൺഗ്രസിൻ്റെ വോട്ടുകളെല്ലാം തന്നെ BJP പിടിക്കുകയും അവിടെ O. രാജഗോപാൽ വിജയിച്ചു വരികയും ചെയ്യുന്ന സാഹചര്യമുണ്ടായി. അങ്ങനെയാണ് സംസ്ഥാനത്ത് ആദ്യമായി ഒരു BJP പ്രതിനിധി നിയമസഭയിലേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടാവുന്നത്. പിന്നീട് പക്ഷേ CPM LDF അത് തിരിച്ചു പിടിക്കുകയും ചെയ്തു. ഇവിടെയും തൃശ്ശൂരിൽ സമാനമായ സംഭവമാണ്. ഷമിച്ചു സൂചിപ്പിച്ചതുപോലെ തന്നെ 80,000-ഓളം വോട്ട് കോൺഗ്രസിൻ്റെ വോട്ടുകൾ നേടിക്കൊണ്ടാണ് BJP അവിടെ ആദ്യമായി ഒരു MP-യെ ഉണ്ടാക്കുന്നത് എന്നുള്ള സാഹചര്യമാണ് നിലവിലുള്ളത്. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇവിടെ കാശ് കൊടുത്ത് വോട്ട് വാങ്ങി ജയിക്കാൻ അവർ തയ്യാറെടുപ്പുകൾ നടത്തുന്നു, BJP തയ്യാറെടുപ്പുകൾ നടത്തുന്നു എന്ന് കോൺഗ്രസിൻ്റെ സമുന്നതനായ ഒരു നേതാവ് പറയുകയാണ്. അത് പറയുമ്പോൾ അദ്ദേഹം പറയുന്നത് 60 മണ്ഡലങ്ങളിൽ ഇത്തരത്തിലുള്ള ഇടപെടലുകൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇത് ഒരിക്കലും LDF-ൻ്റെ സ്ഥാനാർത്ഥികൾ ജയിച്ചു വന്ന മണ്ഡലത്തിലായിരിക്കില്ല ഈ ഇടപെടൽ നടക്കുക. അത് കോൺഗ്രസ് ജയിക്കുന്ന, കോൺഗ്രസിന് സ്വാധീനമുള്ള ഇടങ്ങളിൽ അത്തരമൊരു ഇടപെടൽ നടത്തുകയും കോൺഗ്രസിൻ്റെ വോട്ടുകൾ കൈക്കലാക്കുകയും, കാശ് കൊടുത്തിട്ടാണെങ്കിൽ അങ്ങനെയെങ്കിലും കോൺഗ്രസിൻ്റെ വോട്ടുകൾ വാങ്ങി അവിടെ ജയിക്കാൻ ആവശ്യമായ
കൃത്യമായ ഒരു ഇടപെടൽ BJP നടത്തുന്നു എന്ന് ഒരു കോൺഗ്രസിൻ്റെ മുതിർന്ന ഒരു നേതാവ് പറയുന്ന സാഹചര്യമാണ് നമ്മുടെ മുന്നിലുള്ളത്. എങ്ങനെയാണ് ഇനി കോൺഗ്രസിനെ, അതായത് BJPയെ പ്രതിരോധിക്കാൻ കഴിയാത്ത നിലയിലേക്ക്, പ്രതിപക്ഷ സ്ഥാനത്ത് പോലും കോൺഗ്രസ് ഇല്ലാത്ത നിലയിലേക്ക് മൂന്നാം സ്ഥാനത്തേക്ക് കോൺഗ്രസ് പോവുകയാണ് എന്ന് വളരെ കൃത്യമായി DCCയുടെ അധ്യക്ഷൻ, കോൺഗ്രസിൻ്റെ മുതിർന്ന ഒരു നേതാവ് വിലയിരുത്തുമ്പോൾ അതിന് സാധാരണ പ്രവർത്തകർ എങ്ങനെ ഏറ്റുവാങ്ങും എന്ന കാര്യം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ തെരഞ്ഞെടുപ്പിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്, വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നത് നേരത്തെ തന്നെ കോൺഗ്രസിൻ്റെ നേതാക്കൾക്കെല്ലാം വളരെ കൃത്യമായ ധാരണയുണ്ട്. അത് ഇപ്പോൾ DCC പ്രസിഡന്റായിട്ടുള്ള, DCC അധ്യക്ഷനായിട്ടുള്ള പാലോട് രവി തുറന്നു പറഞ്ഞിരിക്കുന്നു എന്നത് മാത്രമാണ് നിലവിലെ സാഹചര്യം. ഒരു തരത്തിലും, അതായത് കോൺഗ്രസിലെ ഒരു വേവലാതി എന്നുള്ള നിലയിലാണ് DCC അധ്യക്ഷൻ ഇത് പറയുന്നത്. കോൺഗ്രസിൻ്റെ നിലവിലെ പോക്ക് ഇങ്ങനെയാണെങ്കിൽ, കോൺഗ്രസിൻ്റെ നേതാക്കളുടെ നിലവിലെ ഇടപെടലുകൾ ഇങ്ങനെയാണെങ്കിൽ കോൺഗ്രസ് ഇനി തിരിച്ചു വരാത്ത വിധം നശിച്ചു പോകും എന്ന ഒരു വിലയിരുത്തലിലേക്ക്, എന്ന ഒരു നിഗമനത്തിലേക്ക് കോൺഗ്രസിൻ്റെ ഒരു നേതാവ് പോകുന്നു എന്നുള്ളത് ഇപ്പോൾ ഈ അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ മൂന്നാം സ്ഥാനത്തേക്ക് കോൺഗ്രസ് പോകും എന്നുള്ളതാണ് സംസ്ഥാനത്തെ സാഹചര്യമെങ്കിൽ പോലും മുഖ്യമന്ത്രി ആരാകണം എന്ന തരത്തിലുള്ള തല്ലാണ് അല്ലെങ്കിൽ അടിപിടിയാണ് കോൺഗ്രസിനകത്ത് ഇപ്പോൾ നടക്കുന്നത് എന്നുള്ളതാണ്. ആ അടിപിടി അല്ലെങ്കിൽ ആ പടലപ്പിണക്കങ്ങൾ, ആ കാലുവാരലുകൾ കോൺഗ്രസിനെ നേരത്തെയും വലിയ പടുകുഴിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. നിലവിലെ സാഹചര്യവും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തുടർച്ചയായി ഇടത് സർക്കാർ അധികാരത്തിൽ വന്നു. മൂന്നാമതെങ്കിലും ഈ കോൺഗ്രസിന് UDFന് തിരിച്ചു വരാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ സംവിധാനം ഇല്ലാതെയാകുമെന്ന് നേരത്തെ തന്നെ നേതാക്കൾ പറഞ്ഞിട്ടുള്ളതാണ്. അതോടൊപ്പം അതിൻ്റെ ആവർത്തനം എന്നുള്ള നിലയിൽ ഇപ്പോൾ DCC അധ്യക്ഷൻ പാലോട് രവിയും സമാനമായ കാര്യം തന്നെയാണ് പറയുന്നത്. ഷമ്മി.